പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതിയും സംഘർഷാവസ്ഥയും. മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് അപ്രതീക്ഷിതമായി ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തി. ഒപ്പം തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലെ പരമാധികാരം സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചതോടെ മേഖല വീണ്ടും വലിയൊരു സൈനിക ഏറ്റുമുട്ടലിന്റെ വക്കിലെത്തിയിരിക്കുകയാണ്. ജോർദാനിൽ പ്രവർത്തിക്കുന്ന അമേരിക്കൻ വ്യോമസേനാ താവളത്തിനും US സെൻട്രൽ കമാൻഡ് കേന്ദ്രത്തിനും നേരെയാണ് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പതിച്ചത്. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന് നേർക്കുള്ള ഭീഷണികളും അമേരിക്കൻ സൈന്യത്തിന്റെ നിയമവിരുദ്ധ നടപടികളും തുടരുന്നിടത്തോളം കാലം പ്രതിരോധവും തിരിച്ചടിയും തുടരുമെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് വ്യക്തമാക്കി. ഇറാന്റെ ഈ പെട്ടെന്നുള്ള മിസൈൽ പ്രയോഗം അപ്രതീക്ഷിതമായിരുന്നുവെന്ന് US സെൻട്രൽ കമാൻഡ് വിലയിരുത്തി. ആക്രമണത്തെ തുടർന്ന് പശ്ചിമേഷ്യയിലെ US സൈനിക വിഭാഗങ്ങൾ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആഗോള എണ്ണ വ്യാപാര പാതയായ ഹോർമൂസ് കടലിടുക്കിൽ നിയന്ത്രണം ശക്തമാക്കാൻ ഇറാന്റെ നീക്കം സജീവമാണ്. ഹോർമൂസിലെ ഇറാന്റെ പരമാധികാരം ചോദ്യം ചെയ്യാൻ ആരെയും അനുവദിക്കില്ലെന്നും അത് സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകാൻ മടിക്കില്ലെന്നും ഇറാൻ ഉപവിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. അതേസമയം മേഖലയിലെ സംഘർഷം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന് സംയുക്ത മാനേജ്മെന്റ് ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച പ്രത്യേക നിർദ്ദേശം ഒമാൻ ഇറാന് കൈമാറി. എന്നാൽ പുതിയ സൈനിക നീക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ ചർച്ചകളുടെ ഭാവി അനിശ്ചിതത്വത്തിലാണ്. മേഖലയിലെ യുദ്ധ സാഹചര്യങ്ങൾ സങ്കീർണമായി തുടരുന്നതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ വാഷിംഗ്ടണിൽ നിർണായക കൂടിക്കാഴ്ചയും നടത്തി. കൂടിക്കാഴ്ച ഏറെ ക്രിയാത്മകവും ഫലപ്രദമായിരുന്നുവെന്ന് വൈറ്റ് ഹൌസും ട്രംപും പ്രതികരിച്ചു. ഇറാനെതിരെയുള്ള സൈനിക നടപടികളും പശ്ചിമേഷ്യൻ സുരക്ഷയുമായിരുന്നു ചർച്ചയിലെ പ്രധാന വിഷയം. എന്നാൽ നെതന്യാഹുവിന്റെ സന്ദർശനത്തിനെതിരെ അമേരിക്കയിൽ കടുത്ത ജനരോഷമാണ് ഉയരുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രിക്കെതിരെ നഗരങ്ങളിൽ വൻ പ്രതിഷേധ പ്രകടനങ്ങളാണ് അരങ്ങേറിയത്. US ആക്രമണങ്ങൾ നിർത്തിവെച്ചാൽ തിരിച്ചടിക്കില്ലെന്ന മുൻ നിലപാടിൽ നിന്ന് ഇറാൻ മാറിയതായാണ് ഇപ്പോഴത്തെ അപ്രതീക്ഷിത നീക്കം വ്യക്തമാക്കുന്നത്. താൽക്കാലിക വെടിനിർത്തലിന്റെ മറവിൽ US കൂടുതൽ സൈനിക സജ്ജീകരണങ്ങൾ നടത്തുകയാണെന്ന സംശയവും മേഖലയിലെ മുൻകൈ നഷ്ടപ്പെടാതിരിക്കാനുമാണ് ഇറാൻ ഇത്തരമൊരു ആക്രമണത്തിന് മുതിർന്നതെന്നും നയതന്ത്ര വിദഗ്ധരുടെ വിലയിരുത്തലുണ്ട്. 13 ദിവസം നീണ്ടുനിന്ന നിരന്തര ആക്രമണങ്ങൾക്കും ശേഷം നയതന്ത്ര ചർച്ചകൾക്ക് വഴി തുറക്കാൻ US താൽക്കാലികമായി ആക്രമണങ്ങൾ നിർത്തിവച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ഇറാന്റെ പുതിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഒമാന്റെ നേതൃത്വത്തിൽ നടന്നുവന്ന നയതന്ത്ര ശ്രമങ്ങൾക്കും സമാധാന ചർച്ചകൾക്കും കനത്ത തിരിച്ചടിയായിരിക്കുകയാണ്. ഇറാനിലെ സൈനിക ലോജിസ്റ്റിക്സ് ഇൻഫ്രാസ്ട്രക്ചർ, ഭൂഗർഭ ആയുധ സംഭരണശാലകൾ, നിരീക്ഷണ കേന്ദ്രങ്ങൾ എന്നിവ ലക്ഷ്യമാക്കി US ആക്രമണം തുടരുന്നതിന് പിന്നാലെയാണ് ജോർദാൻ, കുവൈറ്റ്, ഇറാഖ്, ബഹ്റൈൻ എന്നിവിടങ്ങളിലെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ പ്രത്യാക്രമണം നടത്തിയത്. ഇന്നലെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഏറ്റവും വലിയ നാശനഷ്ടമുണ്ടായത് കുവൈത്തിലാണെന്നാണ് റിപ്പോർട്ടുകൾ. കുവൈത്തിലെ ഒരു ജലശുദ്ധീകരണശാലയ്ക്കും എണ്ണ ഉൽപാദന കേന്ദ്രത്തിനും ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ കനത്ത കേടുപാടുകൾ സംഭവിച്ചു. ഇറാനെതിരെ US ആക്രമണം തുടർന്നാൽ മറക്കാനാകാത്ത പാഠങ്ങൾ പഠിപ്പിക്കുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി പ്രതികരിച്ചത്. US പ്രസിഡന്റ് ഒപ്പുവെച്ച കരാർ വില കുറഞ്ഞതും അസാധുവുമാണെന്ന് യുദ്ധം ഇളക്കിവിടാനാണ് അമേരിക്കയുടെ ശ്രമമെന്നുമായിരുന്നു മുജ്തബയുടെ പ്രതികരണം. ജോർദാനിൽ ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ 2 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു. ഒരു സൈനികനെ കാണാതാകുകയും 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. US സെൻട്രൽ കമാൻഡാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ഇതോടെ നിലവിലെ യുദ്ധം തുടങ്ങിയ ശേഷം കൊല്ലപ്പെട്ട ആകെ US സൈനികരുടെ എണ്ണം 16ആയി. പരിക്കേറ്റ സൈനികരുടെ എണ്ണം 430 കടന്നു. വെള്ളിയാഴ്ചയായിരുന്നു ജോർദാനിൽ US സേനാ താവളങ്ങൾക്കു നേരെ ഇറാൻ ആക്രമണം നടത്തിയത്. മിസൈലുകളും ഡ്രോണുകളും പ്രതിരോധിക്കുന്നതിനിടയിലാണ് സൈനികർ വീരമൃത്യു വരിച്ചതെന്ന് പെന്റഗൺ അറിയിച്ചു. കൊല്ലപ്പെട്ട സൈനികരുടെ വിവരങ്ങളും പുറത്തുവന്നിട്ടില്ല. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.